ഗാണ്ടിവ മെറ്റിയർ മിസൈലുകളുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ തേജസ് ദക്ഷിണേഷ്യൻ ആകാശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു. പാകിസ്ഥാനിൽ നിന്ന് ഒരു പ്രധാന തന്ത്രപരമായ പുനർവിചിന്തനത്തിന് നിർബന്ധിതരാക്കുന്നു ഇന്ത്യയുടെ ഈ മിസൈൽ ഘടിപ്പിച്ച വിമാനം. ദക്ഷിണേഷ്യയിലെ വ്യോമശക്തിയുടെ സന്തുലിതാവസ്ഥയെ അടിസ്ഥാനപരമായി മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സുപ്രധാന സാങ്കേതിക കുതിച്ചുചാട്ടത്തിന്റെ വക്കിലാണ് ഇന്ത്യൻ വ്യോമസേന. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അസ്ത്ര MK3 ഗാണ്ടിവ, അതുപോലെ യൂറോപ്യൻ മെറ്റിയർ ലോങ് റേഞ്ച് മിസൈലുകൾ എന്നിവ തദ്ദേശീയമായി ഘടിപ്പിച്ച തേജസ് MK1, വരാനിരിക്കുന്ന തേജസ് MK2 യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് അഭൂതപൂർവമായ വ്യോമ നേട്ടം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സ്ഥിരീകരിച്ച ഈ തന്ത്രപരമായ മെച്ചപ്പെടുത്തൽ സൂചിപ്പിക്കുന്നത് അയൽ വ്യോമസേനകളുടെ കൈവശമുള്ള മിസൈലുകൾക്ക് എത്രമാത്രം പരിധിയുണ്ടോ ആ പരിധിക്ക് അപ്പുറമുള്ള ശത്രു വിമാനങ്ങളെയും നേരിടാനുള്ള കഴിവ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് തേജസിൽ ഘടിപ്പിച്ച അസ്ത്ര ഗാണ്ടിവ മിസൈലും മറ്റ് ലോങ് റേഞ്ച് മെറ്റിയർ മിസൈലുകളും നൽകുന്നുണ്ട്. ഈ കഴിവ് പാകിസ്ഥാൻ വ്യോമസേനയെ പ്രതിരോധാത്മക നിലപാടിലേക്ക് തള്ളിവിടുന്നു. ആക്രമണം ഒഴിവാക്കാൻ അവരുടെ വിമാനങ്ങൾ സ്വന്തം അതിർത്തിക്കുള്ളിൽ 200 കിലോമീറ്റർ വരെ മാത്രം പെട്രോളിംഗ് നടത്തേണ്ടി വരും. അത്തരം ഒരു പിൻവാങ്ങൽ പാകിസ്ഥാന്റെ പരിമിതമായ വ്യോമസേനാ ശേഷിയെ പരീക്ഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് നിർണായക സൈനിക സ്ഥാപനങ്ങളെയും വ്യോമത്താവളങ്ങളെയും ആക്രമണങ്ങൾക്ക് ഇരയാക്കാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്ത് പകരും. ഇന്ത്യയുടെ തദ്ദേശീയ ശക്തിയാണ് ഗാണ്ടിവ മിസൈൽ. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ചെടുത്ത ഒരു നൂതനമായ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലായ ഗാണ്ടിവ അസ്ത്ര MK3 എന്നറിയപ്പെടുന്നു. അത്യാധുനിക ഖര ഇന്ധന ഡക്റ്റഡ് റാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഗാണ്ടിവയ്ക്ക് മാക് 4.5 വേഗതയിൽ സഞ്ചരിക്കാനും 340 കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാനും കഴിയും. ഇത് ചൈനയുടെ PL-15, അതായത് 200 മുതൽ 300 കിലോമീറ്റർ വരെയാണ് ചൈനയുടെ PL-15ന്റെ പരിധി. അതുപോലെ അമേരിക്കൻ AIM 120D, അതിന് 120 മുതൽ 160 കിലോമീറ്റർ വരെയാണ്. ഇതിനേക്കാൾ എല്ലാം മുന്നിലാണ് ഗാണ്ടിവയുടെ പരിധി. ഗാണ്ടിവയുടെ നൂതന മാർഗനിർദ്ദേശ സംവിധാനവും ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ പ്രതിരോധവും ശത്രു രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങളും വായുവിലൂടെയുള്ള ഭീഷണികളും അവരുടെ അവാക്സ് പോലുള്ള നിയന്ത്രണ സംവിധാനങ്ങളും വായുവിൽ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളെയും എല്ലാം തന്നെ നശിപ്പിക്കാനും പ്രതിരോധിക്കാനും കഴിവുള്ള ഒരു മാരകായുധമാക്കി മാറ്റുകയാണ് നമ്മുടെ ഗാണ്ടിവയെ. ഇന്ത്യൻ വ്യോമസേനയുടെ റഫേൽ യുദ്ധവിമാനങ്ങളിൽ ഇതിനകം തന്നെ തെളിയിക്കപ്പെട്ട ഒരു മിസൈലായ MBDA മെറ്റിയർ മിസൈലാണ് ഗാണ്ടിവയ്ക്ക് പൂരകമായി പ്രവർത്തിക്കുന്നത്. ആഗോളതലത്തിൽ ഏറ്റവും ഫലപ്രദമായ എയർ ടു എയർ മിസൈലുകളിൽ ഒന്നായി വ്യാപകമായി കണക്കാക്കപ്പെടുന്ന മെറ്റിയോറിന് 200 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുണ്ട്. കൂടാതെ ഒരു റാംജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റവും ഇത് ഉപയോഗിക്കുന്നു. ഇത് അതിൻ്റെ പറക്കലിനുടനീളം ഉയർന്ന വേഗത നിലനിർത്താൻ സഹായിക്കുന്നു. ഇത് ലക്ഷ്യങ്ങൾക്ക് രക്ഷപ്പെടാനാവാത്ത സാധ്യതകളെയാണ് സൃഷ്ടിക്കുന്നത്. തദ്ദേശീയമായ ഉത്തം AESA റഡാർ ഉൾക്കൊള്ളുന്ന 41ാമത്തെ വിമാനത്തിൽ നിന്ന് ആരംഭിച്ച് ഭാവിയിലെ തേജസ് MK2വിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സവിശേഷതയായിരിക്കും മെറ്റിയോർ എന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സ്ഥിരീകരിക്കുന്നു. ഈ ശക്തമായ മിസൈലുകൾ വഹിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ വ്യോമസേനയുടെ നട്ടെല്ലായി മാറുകയാണ്. വിപുലമായ ഉത്തം ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ ഘടിപ്പിച്ചിട്ടുള്ള വൈവിധ്യമാർന്ന 4.5 ജനറേഷൻ യുദ്ധവിമാനമാണ് തേജസ് MK1A. ദീർഘദൂരങ്ങളിൽ ഒന്നിലധികം ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ ഇത് പ്രാപ്തമാണ്. വ്യോമസേന തുടക്കത്തിൽ ഈ ജെറ്റുകളിൽ 83 ഓർഡർ ചെയ്യുകയും 97 കൂടി വാങ്ങാൻ അനുമതി നേടുകയും ചെയ്തു. അത് ഈ പ്ലാറ്റ്ഫോമിലുള്ള ആത്മവിശ്വാസം പ്രകടമാക്കുന്നു. ഭാവിയിൽ 2030 മിറാഷ് 2000, MiG-29, ജാഗ്വർ വിമാനങ്ങളുടെ പഴകിയ ഫ്ലീറ്റുകൾക്ക് പകരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ശക്തമായ മീഡിയം വെയ്റ്റ് ഫൈറ്റർ ആയിരിക്കും തേജസ് MK2. കൂടുതൽ ശക്തമായ ജനറൽ ഇലക്ട്രിക് F414 എഞ്ചിനും 6.5 ടൺ പേലോഡ് ശേഷിയുമുള്ളതിനാൽ MK2 വിമാനങ്ങൾക്ക് ഗാണ്ടിവ മെറ്റിയർ മിസൈലുകളുടെ അങ്ങേയറ്റത്തെ ശ്രേണികളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ കഴിയും. ഇതൊരു മുൻനിര വ്യോമ മേധാവിത്വ യുദ്ധവിമാനം എന്ന നിലയിൽ അതിൻ്റെ പങ്ക് ഉറപ്പിക്കുന്നു.
ഈ നൂതന മിസൈലുകളുടെയും ആധുനിക യുദ്ധവിമാനങ്ങളുടെയും സംയോജനം പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഒരു പ്രധാന വെല്ലുവിളി ഉയർത്തുന്നു. പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ഏറ്റവും കഴിവുള്ള വിമാനങ്ങളായ JF-17 ബ്ലോക്ക് 3, J-10CE എന്നിവ PL-15E മിസൈലുകളാൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇതിന് ഏകദേശം 145 കിലോമീറ്റർ ദൂരപരിധി ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. റാംജെറ്റ് പവറുള്ള ഗാൻഡിവ മെറ്റിയർ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി PL-15E പരമ്പരാഗത റോക്കറ്റ് മോട്ടോറിനെയാണ് ആശ്രയിക്കുന്നത്. ഇത് പറക്കലിന്റെ അവസാന ഘട്ടത്തിൽ ഊർജം നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഒന്നാണ്. ഈ സാങ്കേതിക വിടവ് പാകിസ്ഥാൻ എയർഫോഴ്സിന് വളരെ ബുദ്ധിമുട്ട് തന്നെ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്നുകിൽ IAF ജെറ്റുകളെ, ഇന്ത്യൻ എയർഫോഴ്സ് ജെറ്റുകളെ അപേക്ഷിച്ച് തങ്ങളുടെ ന്യൂനതകൾ മനസ്സിലാക്കിക്കൊണ്ട് പോരാടുക, അല്ലെങ്കിൽ സ്വന്തം പ്രദേശത്തിനുള്ളിൽ മാത്രം വ്യോമ പെട്രോളിംഗ് പരിമിതമാക്കുക. വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ പുതിയ മിസൈലുകളിൽ നിന്ന് സുരക്ഷിതമായി തുടരാൻ പാകിസ്ഥാന്റെ വിമാനങ്ങൾ 200 കിലോമീറ്റർ വരെ പിൻവാങ്ങുന്നതിലൂടെ അവരുടെ സർഗോദ, ജേക്കബാബാദ് പോലുള്ള സുപ്രധാന വ്യോമത്താവളങ്ങളെയും മറ്റ് പ്രധാന സൈനിക സ്ഥാപനങ്ങളെയും സാധ്യതയുള്ള ആക്രമണങ്ങൾക്ക് വിധേയമാക്കാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അനായാസമായി സാധിക്കും.